ആദിമ മനുഷ്യരുടെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ അല്ലേ. നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തിൽ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യൻ എന്തായിരുന്നു? പകുതി കുരങ്ങും പകുതി മനുഷ്യനും എന്നുള്ള രൂപത്തിലായിരുന്നു അല്ലേ. ആ ഒരു ചിത്രമൊക്കെ നമ്മൾ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ ബുക്കുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറയുന്ന ഒരു ജവഹർലാൽ നെഹ്റു, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ അല്ലേ, ജവഹർലാൽ നെഹ്റു പറയുന്നതാണ് ഈ ഒരു കാര്യം. ആദിമ മനുഷ്യൻ എന്ന് പറയുന്നത് പകുതി കുരങ്ങനും പകുതി മനുഷ്യനുമായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ ആ ഒരു ഓർഡറിലുള്ളൊരു ചിത്രമൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഓക്കെ, അപ്പം നെഹ്റുവിൻ്റെ ഒരു ബുക്കാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറയുന്ന ഒരു ബുക്ക്. PSCക്ക് ചോദിക്കാം. ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, നെഹ്റുവിൻ്റെ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം. ഇനി പ്രധാനമായിട്ട് നമുക്ക് നോക്കാം, പൂർവികരായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പൊതുവെ ചരിത്രത്തിൽ നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ കാണാറുണ്ടാവും, BCE എന്ന് കാണാൻ പറ്റും അല്ലേ. ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും, BC എന്ന് കാണാൻ പറ്റും, അതേപോലെ C എന്ന് കാണാൻ പറ്റും. അപ്പോൾ ചരിത്രം പഠിക്കുന്ന ഒരാൾ ഈ ഒരു കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ചരിത്രത്തെ നമ്മൾ പൊതുവെ 2 ഘട്ടമായിട്ട് തിരിക്കുന്നുണ്ട്. നോക്കണേ, ശ്രദ്ധിക്കണേ. ഇതൊരു ലൈനാണ്, ഒരു ചരിത്രത്തിൻ്റെ ഘട്ടമാണ്. ഇവിടെ 0, ഇവിടെയാണ് C എന്ന് പറയുക, ഇവിടെ BC എന്ന് പറയും. ഇവിടെ നടുവിൽ 0 ആണ്. 1, 2, 3 ഇങ്ങനെ പോയി ഇപ്പോൾ 2026 നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ പോയി എന്നാണോ ഇൻഫിനിറ്റി ആണ്, എന്നാണോ ചരിത്രം ആദിമ മനുഷ്യരുണ്ടായത് അതങ്ങനെ പോകുന്നു. C എന്ന് പറഞ്ഞാൽ കോമൺ ഇറ. യേശു ഈ 0ലാണ് യേശു ജനിച്ചതിന് ശേഷം കോമൺ ഇറ. ബിഫോർ, അതിൻ്റെ തൊട്ട് ബാക്കിലാണ് BC എന്ന് പറയും, ബിഫോർ കോമൺ ഇറ എന്ന് പറയുന്നത്. റെഡിയാണല്ലോ. അപ്പോൾ Cന്ന് ഉദാഹരണത്തിന് നമ്മളിങ്ങനെ പറയും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് C 1947 എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി, ക്രിസ്തു ജനിച്ചതിന് ശേഷം 1947 വർഷങ്ങൾക്ക് ശേഷമാണ് ലഭിച്ചത്. ഈ ചില ചരിത്രങ്ങൾ കാണാൻ പറ്റും. ആദിമ മനുഷ്യരുടെ ചരിത്രം നോക്കുന്ന സമയത്ത് BC 500, BC 5000 എന്ന് കേൾക്കുമ്പോൾ ഇവിടെ മുതലാണെന്ത് അത് ആരംഭിക്കുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതറിയാത്തൊരു ഭാഷയാണ് ഇത് വരുന്നത്. ഇത് പുതിയൊരു അറിവാണെങ്കിൽ 1 ലൈക്ക് അടിക്കണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ തുടങ്ങുകയാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ശരിയാണല്ലോ. ഓക്കെ, ഇനി സിമ്പിളായിട്ട് ബേസിക് കാര്യങ്ങളാട്ടോ. 6ാം ക്ലാസ് മുതൽ നമ്മൾ ബേസിക്, പിന്നീട് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അറിയണം എന്താണ് പറയുന്നത് എന്നുള്ളത്. നമ്മൾ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷം, ഒരു സെഞ്ചുറി 100 വർഷം. ഇനി ഒരു ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാലോ 10 ലക്ഷം വർഷമാണ്. അങ്ങനെ പറയും, ഒരു ദശലക്ഷം വർഷം മുമ്പ് നടന്ന ചരിത്രമാണ് എന്ന് പറയുമ്പോൾ എന്തറിയണം, അത് 10 ലക്ഷം വർഷം മുമ്പ് നടന്ന സംഭവമാണെന്ന്. അപ്പോൾ ഒരു നൂറ്റാണ്ട്, 2 നൂറ്റാണ്ട്, 3 നൂറ്റാണ്ട്. ഇപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ? 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ല. 21ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 2100 വർഷം. അപ്പോൾ 2100 വരെ 21 2100 കഴിഞ്ഞാലോ 22ാമത്തെ നൂറ്റാണ്ടായിരിക്കും. സെറ്റാണല്ലോ, സെറ്റ്. നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ഫോസിലുകളാണ് അല്ലേ. ആദ്യം ഒരു സ്ഥലത്ത് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് ഇത്, ഒരു തെളിവാണ് എന്ത്, മനുഷ്യ ഫോസിലുകൾ. എന്താ ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കണേ, പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ പഴയ സസ്യങ്ങളാവാം, മൃഗങ്ങളാവാം, മനുഷ്യരുടെ എന്നിവയുടെ ശേഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ബാക്കി വന്ന വസ്തുക്കളാവാം. ചില സ്ഥലങ്ങളിലൊക്കെ ഈ അരികളൊക്കെ കിട്ടിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ 100 വർഷം മുമ്പുള്ള.
അപ്പോൾ നമ്മളൊരു നിഗമനത്തിലെത്തുമെന്ത് അവരന്ന് അരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ മക്കളെ പറയുന്നത്. ഇത് നോക്കുക, മനുഷ്യ പരിണാമത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ആളാണ് ചാൾസ് ഡാർവിൻ. പല ആളുകളും പല രീതിയിൽ പറയാറുണ്ട്. എന്നാൽ നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നതും ഒരു ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതും ആരുടെ കാഴ്ചപ്പാടാണ്? ചാൾസ് ഡാർവിൻ്റെ കാഴ്ചപ്പാടാണ്. എന്താ മൂപ്പര് പറഞ്ഞത്? ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദീർഘകാലം കൊണ്ട് ജൈവിക മാറ്റത്തിലൂടെ സംഭവിച്ച മാറ്റമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയക്ക് അദ്ദേഹം പരിണാമം എന്ന ഒരു പേരും നൽകി. ഇവിടെ ഒരു PSC ക്വസ്റ്റ്യനാണേ, ശ്രദ്ധിക്കണേ, PSC ക്വസ്റ്റ്യൻ. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിനൽ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ച് സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ആരുടെ ബുക്കാണ്? ചാൾസ് ഡാർവിൻ. നോക്കട്ടെ, ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്സാം നടത്തും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഓൺ ദി ഒറിജിനൽ ഓഫ് സ്പീഷീസ്, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ആരുടേതാണ്? ചാൾസ് ഡാർവിൻ്റെ ബുക്കാണ്. വർഷം നോക്കണേ, PSC ആണ്, വർഷം നോക്കും. 1859. 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്ക് രചിച്ച വ്യക്തിയാണ് ആര്? ചാൾസ് ഡാർവിൻ. അദ്ദേഹമാണ് എന്ത് പേര് നൽകിയത്? ഈ ഒരു സിദ്ധാന്ത പരിണാമം എന്ന പേര് നൽകിയതാരാണ്? ചാൾസ് ഡാർവിൻ. തെറ്റാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോമാണേ. അത് ചാൾസ് ഡാർവിൻ്റെ ഫോട്ടോമാണ്. ചാൾസ് ഡാർവിൻ ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. വർഷങ്ങളെടുത്ത് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചാണ് ഇന്ന് മനുഷ്യനുണ്ടായതെന്നാണ് ചാൾസ് ഡാർവിൻ പറയുന്നത്. ആ തിയറിയാണ്, പല തിയറികൾ മുമ്പുണ്ട്, പക്ഷേ ഈ തിയറിയാണ് പരിണാമ സിദ്ധാന്തത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസനീയമായി ശാസ്ത്രം നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി നോക്കണേ, മനുഷ്യരുടെ പൂർവികർ, ആദിമ മനുഷ്യ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് നോക്കൂ, നിങ്ങൾ താഴെ ഇങ്ങനെ കാണാൻ പറ്റും. പ്രൈമേറ്റുകളിലാണ് ആരംഭിക്കുന്നത്. പിന്നെ ഹോമിനോയിഡുകൾ അല്ലേ, സസ്തനികളൊരു വിഭാഗം, പിന്നെ 4 കാലിൽ നടത്തം, പിന്നെ ഹോമിനിഡുകൾ 2 കാലിൽ നടത്തം. അങ്ങനെ ആസ്ട്രലോപിത്തക്കസ്, ഹോമോ, അങ്ങനെ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? ഹോമോയിലൂടെയാണ് എന്ത് ഉപകരണ നിർമ്മാതാക്കളായി മാറി, നിവർന്നു നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറി, ബുദ്ധിയുള്ള മനുഷ്യനായി മാറി. അപ്പോൾ ഹോമോ സാപ്പിയൻസ് ഇവിടെ നോക്കണേ, ഇവിടെ പരീക്ഷ ചോദിക്കുക, പരിണാമ സിദ്ധാന്തത്തിൽ ഇന്നത്തെ മനുഷ്യനുമായി ഏറ്റവും സാമ്യമുള്ളത് ഏതാ? ഹോമോയിൽ ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് മാറും അല്ലേ? ബുദ്ധി ഉണ്ടോ? ചില ആളുകളെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ ബുദ്ധി ഇല്ലാന്ന് തോന്നും അല്ലേ? അദ്ദേഹത്തിൻ്റെ പരിണാമത്തിൽ ഏതോ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാ തോന്നും, ഇരുകാലിൽ നടത്തുന്ന ആൾക്കാരായിട്ട് തോന്നും. അങ്ങനെയാണോ? അങ്ങനെയല്ല അല്ലേ? ബുദ്ധിയൊക്കെ ഉണ്ട്. ഇത് നോക്കുക. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ചോദിക്കട്ടെ, മുമ്പ് അടുത്ത ചോദ്യമാണ്, ബുദ്ധിയുള്ള മനുഷ്യൻ ഉൾപ്പെടുന്ന ആ ഒരു പരിണാമ സിദ്ധാന്തത്തിലെ ഭാഗം ഏതാ? ഹോമോയിൽ ഹോമോ സാപ്പിയൻസ്. റെഡിയാണോ? ഹോമോ സാപ്പിയൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ നോക്കണേ, മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത്, നമ്മൾ മനുഷ്യൻ്റെ ചരിത്രത്തെ മനുഷ്യൻ പഠനത്തിന് വേണ്ടിയിട്ട് 3 ഘട്ടമായി തിരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ശിലയാണ്. ശില എന്ന് പറഞ്ഞാൽ എന്താ? കല്ല്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ ശിലായുഗമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ന് കാണുന്ന രീതിയിലുള്ള ചെമ്പോ അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളോ ഒന്നുമില്ല അന്ന്. എന്ത് മാത്രമാണ്? കല്ല് മാത്രമാണ് അന്നുള്ളത്.
ആ ഒരു കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കും. ശിലായുഗത്തെ മൂന്നാക്കി മാറ്റുന്നു. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അങ്ങനെ 3 ഘട്ടമാക്കി എന്തിനെ മാറ്റുന്നു? ശിലായുഗത്തെ മാറ്റുന്നു. ശിലായുഗത്തെ പ്രാചീനം, മധ്യം, നവീന ശിലായുഗം എന്നാക്കി മാറ്റുന്നു. നമുക്ക് ഇനി പ്രാചീന ശിലായുഗത്തിൽ നോക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പാൻഡ് ആയിട്ടുള്ളൊരു പാഠം നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് അത് നോക്കുമ്പോൾ ഇത് പഠിച്ചിങ്ങനെ പോയാൽ അവിടെ എത്തുമ്പോൾ സിമ്പിളായിരിക്കും, നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ നോക്കി പോകുന്ന സമയത്ത്. ഇനി പ്രാചീന ശിലായുഗത്തിൽ ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടമാണ് പരുക്കൻ കല്ലുകൾ ഉപകരണമാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. അന്ന് അവർ കല്ല് ഒന്നും ചെയ്തില്ല, നിലത്തുനിന്നൊരു കല്ല് കിട്ടി, അതൊരു പരുക്കൻ കല്ലായിരിക്കും, അത് ഉപയോഗിച്ച് അത് മിനുസപ്പെടുത്താനുള്ള ബുദ്ധിയൊന്നും ആ സമയത്ത് വന്നിട്ടില്ല. പ്രധാനമായിട്ട് ഉപജീവനം എന്താ? ഭക്ഷണം കാട്ടിൽ ശേഖരിക്കുക, കായ്കളൊക്കെ ശേഖരിക്കുക, വേട്ടയാടലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മധ്യശിലായുഗത്തിൽ നോക്കണേ, ഈ ശിലയിൽ വന്ന മാറ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശിലയിൽ വന്ന മാറ്റം മധ്യശിലായുഗത്തിൽ നോക്കണേ, സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണേത്? മധ്യശിലായുഗം, അല്ലെങ്കിൽ സൂക്ഷ്മ ശിലായുഗം കാലഘട്ടം എന്നൊക്കെ എന്ത് ചെയ്യും? ഇതിനെ വിളിക്കും. കല്ലെന്ന് അവർക്ക് മനസ്സിലായി, എന്ത് പരുക്കനായിട്ട് കല്ല് കാര്യമില്ല, ഒന്ന് മൂർച്ചം കൂട്ടണം, ഒന്ന് മൂർച്ചം കൂട്ടിയാലേ പെട്ടെന്ന് മൃഗങ്ങൾ വരുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ മനസ്സിലാക്കി. സൂക്ഷ്മ ശിലായുഗങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണേത്? മധ്യശിലായുഗം എന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. മുമ്പ് വേട്ടയാടലാണ്, എന്നാൽ മധ്യശിലായുഗത്തിലെത്തിയപ്പം പുല്ലുകൾ, അതേപോലെ പ്രധാനമായിട്ടാണ് മത്സ്യങ്ങൾ, അല്ലേ, മീൻപിടുത്തം ഉണ്ടായിരുന്നു. ഇനി ഈ കാലഘട്ടത്തിലെത്തിയപ്പോൾ വസ്ത്രങ്ങളൊക്കെ മാറ്റം വന്നു. മൃഗത്തോലുകളും മരത്തോലുകളും എന്താക്കി? ഇലകളും എന്ത് ചെയ്തു? വസ്ത്രങ്ങളാക്കി മാറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഞാൻ ചോദിക്കാം, സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം ഏത്? മധ്യശിലായുഗം. പരുക്കൻ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചത് പ്രാചീന ശിലായുഗം. ഇനി നവീന ശിലായുഗെത്തുമ്പോൾ അതിൽ വരുന്ന മാറ്റം നോക്കണേ. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസപ്പെടുത്തിയതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു. ഒന്നും കൂടി അഡ്വാൻസ്മെൻ്റ് ആയി. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ. മറ്റോടത്ത് എന്താണ്? സൂക്ഷ്മമായതാണ്. ഇവിടെ മിനുസപ്പെടുത്തിയുടെ നവീന ശിലായുഗത്തിൽ. കൃഷി ആരംഭിച്ച അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം, കൃഷി ആരംഭിച്ചത് ഇവിടെ നവീന ശിലായുഗത്തിൽ. ഇനി ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്ത ഘട്ടമാണ് ഇത് നവീന ശിലായുഗം. ഇന്ന് ആധുനിക മനുഷ്യൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ആരംഭിക്കുന്നത് എന്താണ്? ഈ നവീന ശിലായുഗത്തിലാണ്. ഏത് യാഗത്തിൽ? കൃഷി ആരംഭിച്ചു, ചക്രങ്ങൾ കണ്ടുപിടിച്ചു, മിനുസമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. എവിടെ? നവീന ശിലായുഗത്തിൽ. സെറ്റാണല്ലോ? സെറ്റാണെങ്കിൽ ലൈക്ക് അടിക്കും. ഇനി അടുത്തത് ബിംബേദിക്ക നോക്കണേ, വൺവേടാട്ടോ, പരീക്ഷ ചോദിക്കും. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേദിക്ക. എവിടെയാണ്? മധ്യപ്രദേശിലാണ് എന്ത്? ബിംബേദിക്ക. അപ്പോൾ ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, ആദിമ മനുഷ്യർ ഇന്ത്യയിലുണ്ടായിരുന്നു, അതിന് തെളിവ് കിട്ടിയ സ്ഥലമാണിത്, മധ്യപ്രദേശിലെ ബിംബേദിക്ക. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് അവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിന് തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. ഗുഹാചിത്രം നോക്കുക, ഇതാണ് ബിംബേദിക്ക. ഇതാ ഗുഹേൻ്റെ ഉള്ളിലുള്ള ചിത്ര, വേട്ടയാടിയ അല്ലേ ഒക്കെ ചിത്രങ്ങൾ കാണാൻ പറ്റും. ഇനി കൃഷി ആരംഭിക്കട്ടെ. കൃഷി ആരംഭിച്ച ഏത് കാലഘട്ടത്തിലാ? നവീന ശിലായുഗത്തിൽ. നോക്കാം നമുക്ക്. സ്ഥിരവാസവും, കാരണം പണ്ട് വേട്ടയാടുമ്പോൾ ഇങ്ങനെ വേട്ടയാടി ഇങ്ങനെ ജീവിച്ചാൽ മതി, സ്ഥിരമായിട്ട് താമസമൊന്നുമില്ല. പക്ഷെ കൃഷി ആരംഭിച്ചപ്പോൾ കൃഷി പരിപാലിക്കണം, കൃഷിക്ക് വെള്ളം പാർന്ന് കൊടുക്കണം, കൃഷി എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കണം. അപ്പോൾ തൊട്ടടുത്ത് അവർ ഷെഡ് കെട്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ സ്ഥിരമായിട്ട് അവരെന്ത് ചെയ്തു? കൃഷി പരിപാലിക്കുന്നതോടൊപ്പം സ്ഥിരമായിട്ട് താമസം തുടങ്ങി. അപ്പോൾ സ്ഥിരവാസങ്ങൾ മാറ്റങ്ങൾ നോക്കണേ. വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു, ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാനും തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായി നഗരങ്ങളായി എന്ത് ചെയ്തു? വ്യാപിച്ചു. ഇനി ഇത് ശിലായുഗത്തിൽ നിന്ന് ലോഹത്തിലേക്കുള്ളൊരു കാലഘട്ടമാണ്. പണ്ട് കല്ല ഉപയോഗിച്ചെന്ന് പറഞ്ഞു അല്ലേ, ഇതൊക്കെ കല്ല്. അതിൽ നിന്ന് ലോഹത്തെ ഉപയോഗിച്ചു. നോക്കാം നമുക്ക്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ഇത് PSC ക്വസ്റ്റ്യനാണ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ചെമ്പ്, ആദ്യം കല്ല് ഉപയോഗിച്ച്, ലോഹം ഏതാ? ചെമ്പ്.
ലോഹം കൊണ്ട് ആയുധങ്ങൾ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്ന് വിളിക്കും. ശിലകൾ ഉപയോഗിച്ച ഘട്ടം ശിലായുഗം, ലോഹങ്ങൾ ഉപയോഗിച്ച ഘട്ടം ലോഹയുഗം. മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെയുള്ള കാഠിന്യം ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും ചേർത്ത് കാഠിന്യം ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. ചെമ്പ് കണ്ടുപിടിച്ചു, ചെമ്പിന് ഉറപ്പ് കുറവാണ്, മരം ഒന്ന് പെട്ടെന്ന് മുറിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ചെമ്പും ഈയവും ചേർത്ത് എന്ത് നിർമ്മിച്ചു? വെങ്കലം. പിന്നീട് അവർ ഉപയോഗിച്ചതാ വെങ്കലം. വെങ്കലം കൊണ്ടുള്ള ആയുധം ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം വെങ്കലയുഗമെന്ന് വിളിക്കപ്പെട്ടു. അപ്പം ലോഹങ്ങളുള്ള കാലഘട്ടം ലോഹയുഗം. അപ്പോൾ ആ കാലഘട്ടത്തിൽ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടം ഏത് പേരിലൂടെ അറിയപ്പെടുന്നു? വെങ്കലയുഗം എന്ന കാലഘട്ടം അറിയപ്പെടുന്നു. ഇനി വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കാതലായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. മക്കളെ നോക്കണേ, വെങ്കലത്തിന് ഉപയോഗം മനുഷ്യ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെ? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകമായി. കാട് പിടിച്ച പ്രദേശങ്ങൾ വെട്ടാനും മണ്ണ് ഉഴുതുമറിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കാനും എന്ത് സഹായിച്ചു? നമ്മുടെ വെങ്കലത്തിൻ്റെ ഉപയോഗം കാരണമായി. അങ്ങനെ കൃഷി ധാരാളമായിട്ടുണ്ടായപ്പോൾ കച്ചവടം വന്നു. കച്ചവടം വന്നപ്പോൾ എന്തു വന്നു? നഗരങ്ങൾ വന്നു. സെറ്റാണല്ലോ. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ശ്രദ്ധിക്കണേ. വെങ്കലയുഗ സംസ്കാരങ്ങൾ 4 മെസപ്പട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഈ വെങ്കലയുഗത്തിലാണ് സംസ്കാരങ്ങൾ ആരംഭിക്കുന്നത്. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട സംസ്കാരങ്ങളാണ് ഇതെല്ലാം. 4. സെറ്റാണല്ലോ. സെറ്റ്. ലൈക്ക് അടിച്ചു. അത് നോക്കാം. ഇനി വെങ്കലയുഗ സംസ്കാരങ്ങൾ 4 പറഞ്ഞല്ലേ. ഇതൊരു മാപ്പാണ്. ആ സംസ്കാരം നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. പിന്നെ നമ്മുടെ ഈജിപ്ത് സംസ്കാരം ഈജിപ്തിലാണല്ലേ, നൈൽ നദിയൊക്കെ. മെസപ്പൊട്ടോമിയ സംസ്കാരം, ചൈനീസ് സംസ്കാരം. നമ്മൾ പറയും എന്തോരോന്ന് പറയും എങ്ങനെയാണെന്നുള്ളത്. ഈ മെസപ്പൊട്ടോമിയ സംസ്കാരേ നദികൾ പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. മെസപ്പൊട്ടോമിയ സംസ്കാരം 2 നദികളുണ്ട്. യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദി, ആരപ്പ സംസ്കാരം സിന്ധു നദി, ചൈനീസ് സംസ്കാരം ഒയാങ്ഹോ നദി. കാരണം ഈ നദികൾക്കിടത്താണ് കൃഷി കൂടുതലായിട്ടുണ്ടാവുക, അല്ലേ? അല്ല, വളക്കൂറുള്ള മണ്ണായിരിക്കും, ജലലഭ്യത ഉണ്ടാവും. അപ്പോൾ അവിടെ പതിയെ സംസ്കാരങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഓരോ സംസ്കാരത്തിൻ്റെ എന്ത് നോക്കണം നമ്മൾ? നദികൾ നോക്കണം. മെസപ്പൊട്ടോമിയ ഏതാ? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഈജിപ്ഷ്യൻ ഏതാ? നൈൽ നദി. ആരപ്പ ഏതാ? സിന്ധു നദി. ചൈനീസ് ഏതാ? ഹൊയാങ്ഹോ നദി. ഏതാണ്? ഹൊയാങ്ഹോ നദി. ഇനി നോക്കണേ, ഇതിൻ്റെയൊക്കെ കൂടുതൽ കാര്യം അടുത്ത ഓരോ ക്ലാസ് അടിസ്ഥാനത്തിൽ, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതറിഞ്ഞിട്ട് പോകുമ്പോൾ ഒന്നുകൂടി സിമ്പിളായിരിക്കും. റെഡിയാണല്ലോ? റെഡി. ഇനി എന്തുകൊണ്ടാണ് നദീതടങ്ങളിൽ ഇതുണ്ടാവാൻ കാരണം? ഫലഭൂഷ്ടമായ മണ്ണാണ്, ജലലഭ്യത ഉണ്ട്, അനുകൂല കാലാവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് വെങ്കല സംസ്കാരങ്ങൾ നദീതടത്തിൽ രൂപപ്പെടാൻ കാരണം. ഇനി മെസപ്പൊട്ടോമിയ സംസ്കാരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നോക്കണേ, മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. എന്താണ്? നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. 2 നദി ഏതാ? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ്. ഈ പ്രദേശം സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നാണ് മെസപ്പൊട്ടോമിയ സംസ്കാരം. എനിക്ക് പറഞ്ഞിട്ടുണ്ട് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലെ പ്രദേശം. ഏതാ നദി? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഇനി നോക്കാം ഇവിടുത്തെ നഗരജീവിതവും എഴുത്തുവിദ്യയും. ഇവിടെ മെസപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ, ഉറൂക്ക്, ലഗാഷ് മുതലായവ. അപ്പോൾ മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണേത്? ഉർ, ഉറൂക്ക്, ലഗാഷ്,
തുടങ്ങിയവ. ഇനി നമ്മൾ നോക്കണേ, മെസൊപ്പൊട്ടോമിയയിലെ എഴുത്ത് സമ്പ്രദായം PSC ക്വസ്റ്റ്യനാണ്. ക്യൂണിഫോം. ഇതാണ് ക്യൂണിഫോം. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിൽ ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങൾ എഴുതാൻ അവർ ഉപയോഗിച്ചത്. അപ്പം ഈ ഒരു സംസ്കാരത്തിൻ്റെ ഒരു എഴുത്ത് സമ്പ്രദായമാണിത് ക്യൂണിഫോം. എന്താണ് ക്യൂണിഫോം? ആപ്പിൻ്റെ ആകൃതിയിലാണെന്ത് ഈ ചിത്രലിപിയാണെന്ത് ഇതെന്ന് പറഞ്ഞത്. കളിമൺ ഫലകങ്ങളിലാണെന്ത് അവർ എഴുതിയിരുന്നത്. സെറ്റാണല്ലോ, സെറ്റാണ്. ഇനി അടുത്ത് നോക്കുക, മെസൊപ്പൊട്ടോമിയയുടെ പ്രധാനപ്പെട്ട സംഭാവന, ലോകത്തിന് അവർ സമ്മാനിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശാസ്ത്രവും ഗണിതവും. ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും. ഈ നിയമം സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലെ നിയമങ്ങൾ ക്രോഡീകരിച്ചു. ഈ നിയമങ്ങൾ പരിഷ്കരിച്ച് ഹമ്മുറാബിയുടെ നിയമസംഹിത. സെറ്റാണല്ലോ, സെറ്റ്. ഈ ഹമ്മുറാബിയുടെ ആദ്യത്തെ ഒരു നിയമത്തിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ട് കണക്കാക്കുന്നത് ഹമ്മുറാബിയുടെ നിയമമായിരുന്നു കേട്ടോ. ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബി ആ കാലഘട്ടത്തിൽ ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണെന്ന് അറിയപ്പെട്ടത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. പരീക്ഷയ്ക്കുള്ളതാണ്, PSCക്കുള്ളതാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഏത് സംഹിതവുമായി ബന്ധപ്പെട്ടതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിത. ഹമ്മുറാബിയുടെ നിയമസംഹിത. ഇനി സിഗുറാത്തുകൾ. മെസൊപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടത്. സിഗുറാത്തുകൾ എന്ന പേരിലാണ് മെസൊപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടത്. പ്രധാനമായി നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരുന്നത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അവരുടെ മെസൊപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയമാണെന്ത് സിഗുറാത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റെഡിയാണല്ലോ? റെഡി. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് ഫറോവോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും സവിശേഷ പിരമിഡുകൾ, ലോകത്തെ അത്ഭുതങ്ങളിലൊന്നാണ് പിരമിഡുകൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഗോതമ്പ്, ബാർലി, തിന, പയറുവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർത്തിയിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിലൊരു നാഗരിക ജീവിതം വളർത്തുവാൻ ഇടയാക്കിയത്. ഇവിടെ ഒരു ചോദ്യം, ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ നൈലിൻ്റെ ദാനം, ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നറിയപ്പെടുന്ന ആരാ? ഈജിപ്ത്. അപ്പോൾ ഈജിപ്ത് സംസ്കാരം ഏത് നദിക്കടുത്താ? നൈൽ നദി. അടുത്ത് നോക്കാം, പിരമിഡിലെ ഈജിപ്ത് സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. ഗിസയിലെ പിരമിഡ്. ഇനി മമ്മികൾ, അല്ലേ, നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറോവോ ആയിരുന്നു തുത്തൻഖാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. അടുത്ത എഴുത്തുവിദ്യ. ക്യൂണിഫോം മുമ്പ് മെസൊപ്പൊട്ടോമിയ. ഇവിടുത്തെ എഴുത്ത് നമുക്ക് നോക്കാം. മെസൊപ്പൊട്ടോമിയതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹൈറോക്ലിഫിക്സ് കേട്ടോ. ഹൈറോക്ലിഫിക്സ് എന്നാണ് ഇവരുടെ ലിപിയുടെ പേര്. ആരുടെ? ഈജിപ്തുകാരുടെ. പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഹൈറോക്ലിഫിക്സ് ആയിരുന്നു. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്ത ലിപിയാണ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോക്ലിഫിക്സിൻ്റെ വാക്കിനർത്ഥം. വലത്തു നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. വലത്തു നിന്ന് ഇടത്ത്, നമ്മൾ അറബിയൊക്കെ വായിക്കുന്നത് പോലെയാണ് അത് ചെയ്തിരുന്നത്. ഈ ശാസ്ത്ര നേട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം. ഗണിതവും ശാസ്ത്രവും ഈജിപ്ഷ്യൻ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നോക്കണേ, ശ്രദ്ധിക്കണേ. ഇനി ചൈനീസ് സംസ്കാരം. നദി ഏതാ? ഒയാങ്-ഓ നദി. ഒയാങ്-ഓ നദി. കൃഷിയായിരുന്നു സംസ്കാര അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്.
മികവുറ്റ വെങ്കല ശില്പങ്ങൾ നിർമ്മിച്ചിരുന്ന ചൈനക്കാർ. ഇനി എഴുത്ത് സമ്പ്രദായം ഇവിടെ ഇമ്പോർട്ടൻ്റ് അടിയിൽ നമ്മൾ പറയും കേട്ടോ. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ലിപിയുടെ പേര് ചിത്രലിപി അല്ലേ, ചൈനീസ് ലിപി ചിത്രലിപി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രേഖപ്പെടുത്തി. മാറ്റങ്ങളുടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലിപി അല്ലേ, ചൈനയിൽ ചിത്രലിപിയാണ്, ഈജിപ്തിൽ ഹൈറോഗ്ലിഫിക്സ്, മെസോപ്പൊട്ടേമിയ ക്യൂണിഫോം പ്രത്യേകതകളെ ചിത്രങ്ങളായിരുന്നു. അതേപോലെ തന്നെ എങ്ങനെയാണ് അവർ എഴുതിയത് നോക്കാം, നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഇനി ഹാരപ്പ സംസ്കാരം നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത്, ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന അന്നത്തെ ഇന്ത്യയുടെ ഭാഗത്ത് ഉൾപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഹാരപ്പ സംസ്കാരം അല്ലേ. വെങ്കല യുഗത്തിൽ സിന്ധു നദി അവിടെ ഓരോ നദികൾ പറഞ്ഞു. ഹാരപ്പ സംസ്കാരം സിന്ധു നദി. അപ്പോൾ ബി സി നമ്മൾ മുമ്പ് പഠിച്ച ഓർമ്മയില്ലേ ബി സി എന്താണെന്നുള്ളത്? 2600 മുതൽ BC 1900 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. ഈ ഹരപ്പ സംസ്കാരത്തിൽ ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയത് കൊണ്ട് ഹരപ്പ സംസ്കാരം എന്ന് വിളിക്കുന്നു. സിന്ധു നദി സംസ്കാരം എന്ന് വിളിക്കും, ഇന്ത്യൻ സംസ്കാരം എന്ന് വിളിക്കും, ദ്രാവിഡ സംസ്കാരം എന്നൊക്കെ എന്ത് ചെയ്യും, ഈ സംസ്കാരത്തെ നമ്മൾ വിളിക്കാറുണ്ട്. ഇനി നദീ തീരത്തായതിനാൽ സിന്ധു നദീ സംസ്കാരം എന്നും അറിയപ്പെടുന്ന നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് സംസ്കാരത്തെ അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്കാരം കൂടിയാണ് ഏത്, നമ്മുടെ ഹരപ്പ സംസ്കാരം. നിങ്ങൾ നോക്കട്ടെ, ഒരു മാർക്ക് ചോദിക്കുക. ജോൺ മാർഷൽ. ഇന്ത്യയിലെ പുരാവസ്തുക്കളിൽ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1992 മുതൽ 1928 വരെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഗവേഷണങ്ങളാണ് ഹരപ്പ സംസ്കാരം കണ്ടെത്തിയത്. അപ്പോൾ ഹരപ്പ സംസ്കാരം കണ്ടെത്തിയ ആളാണ് ആര്, ജോൺ മാർഷൽ എന്നാണ് അദ്ദേഹം ആയിരുന്നു അന്ന് നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ തലവൻ എന്ന് പറയുന്നത്. ഇനി നഗരാസൂത്രണം. ഇവിടെ ഹരപ്പ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നഗരാസൂത്രണമായിരുന്നു. ഈ നഗരാസൂത്രണ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളുമായി നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെ അഴുക്കുചാലുകളുടെ സമ്പ്രദായ ആസൂത്രണം അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ അത് കണ്ടു പഠിക്കണം അല്ലേ. എല്ലാ സ്ഥലത്തിൻ്റെയും മലിനജലം എന്ത് ചെയ്യുന്നു, പുറത്തുള്ള വലിയൊരു സ്ഥലത്തേക്ക് എന്ത് ശേഖരിക്കുന്നു. അടുത്ത് മോഹൻജദാരോയിൽ വലിയ കുളം. ഹരപ്പ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിൽ പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറക്കാനും മലിനജലം പുറത്ത് കൊഴിക്കുവാനുള്ള സംവിധാനവും ഇവിടെ നിലനിന്നിരുന്നു. ഇതൊക്കെ ഹരപ്പ സംസ്കാരത്തിൻ്റെ വലിയ പ്രത്യേകതകളുണ്ടോ. പിന്നെ ധാന്യപ്പുര ഉണ്ടായിരുന്നു. ധാന്യപ്പുര എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ധാന്യപ്പുര കണ്ടത്. അപ്പോൾ ഗുജറാത്തിൽ രംഗ്പൂരി, ലോഥൽ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇനി കരകൗശല വിദ്യ നോക്കാം, കളിപ്പാട്ടം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും BSc യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ഒരു പ്രത്യേകത എന്നാൽ ഒരു മുദ്രകളിലൂടെയാണ് എഴുത്തുവിദ്യ ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത്. പക്ഷെ ഇതുവരെ ഈ ഹരപ്പ സംസ്കാരത്തിൻ്റെ ലിപികൾ വായിച്ചെടുത്തിട്ടില്ല. ഒരുപാട് ആളുകൾ അത് വായിക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹരപ്പ സംസ്കാരം പ്രധാനമായിട്ട് തകരാനുള്ള കാരണം നോക്കണേ. കാലാവസ്ഥ വ്യതിയാനമുണ്ട്, നിരന്തരമുണ്ടായ പ്രളയമാണ്, ഭൂമിയുടെ അമിതമായ ഉപയോഗമാണ്, വനശീകരണമാണ്. പല ആളുകൾ പല രീതിയിൽ ആര്യന്മാരുടെ ആക്രമണമാണ്, പല രീതിയിലൊക്കെ പറയുന്നുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. ഇതാണ് മക്കളെ ഒന്നാമത്തെ പാഠം ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു, മനുഷ്യൻ ആദ്യം ഏത് ഉപകരണം ഉപയോഗിച്ചു, വെങ്കലം ഉപയോഗിച്ചു, വെങ്കലത്തിൽ 4 സംസ്കാരങ്ങൾ, ആ സംസ്കാരം രൂപപ്പെട്ടത് എവിടെയാണ്, അതുമായി ബന്ധപ്പെട്ട നദി എന്താണ്, അവിടെ ലിപി എന്താണ്, ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏകദേശം 2-3 മാർക്ക് BScക്ക് ഇതിന്ന് ചോദിക്കും. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് നിങ്ങളെ ഭാഗം. സെറ്റാണല്ലോ, സെറ്റ്. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം. സെറ്റ്.